ഇടുക്കി എഴുകുംവയൽ തൂവൽ പത്തുവളവ് റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിൽ തന്നെ എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് നിർമ്മിക്കുന്നത് ഐറിഷ് ഓടകളും കലുങ്കുകളും സംരക്ഷണ ഭിത്തിയും ഉൾപ്പെടെയാണ് എന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വീഡിയോ ആണ് റിപ്പോർട്ടറിന് ലഭിച്ചത്. നമുക്ക് ആ വീഡിയോ എന്ന് കാണാം. പത്തുവളവ് മുതൽ എഴുകുംവയൽ വരെയുള്ള 5 കിലോമീറ്റർ പാത ആധുനിക നിലവാരത്തിൽ ഉയർത്തുന്നതിന് GORT നമ്പർ 603/2023/PWD തീയതി 5/5/2023 പ്രകാരം 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും അതേ തുകയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ സാങ്കേതിക അനുമതി നൽകുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം മധ്യമേഖലാ സൂപ്രണ്ടന്റിംഗ് എഞ്ചിനീയർ ഈ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ശ്രീ അലോഷ്യസ് അഗസ്റ്റിൻ എന്ന കരാറുകാരന് നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ആയത് കരാർ ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 7 മാസമാണ്. ഈ പദ്ധതിയിൽ പത്തുവളവ് മുതൽ എഴുകുംവയൽ വരെയുള്ള 5 കിലോമീറ്റർ ഭാഗം ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ ഉപരിതലം ടാർ ചെയ്യുന്നതിനും അത്യാവശ്യ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തികളും കലുങ്കുകളും കാരേജ് വേയുടെ ഇരുവശങ്ങളിലും ഐറിഷ് ഓടകളും ഒരുക്കുകയും അപകട സാധ്യതയുള്ള മേഖലകളിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് എസ്റ്റിമേറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ വശം പോയത് വാർത്തയായതിന് പിന്നാലെ കരാറുകാരൻ കല്ലുകൊണ്ടിട്ട് സൈഡൊക്കെ നികത്തി തടിയൂരാൻ ശ്രമിച്ചു. ഇപ്പോൾ അയാൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ അശാസ്ത്രീയമായ രീതിയിലാണ് എന്നുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വീഡിയോ കൂടി കണ്ടു നോക്കുമ്പോൾ എഴുകുംവയൽ റോഡിന്റെ നിർമ്മാണത്തിൽ സംഭവിച്ചത് എന്താണ് എന്നതിനൊരു ക്ലാരിറ്റി വരികയല്ലേ സന്ദീപ്? സുജയ പാർവതി, തീർച്ചയായിട്ടും അത്തരത്തിലാണ്. കാരണം ഈ റോഡ് ഏത് തരത്തിലാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്തൊക്കെയായിരുന്നു എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ അത് നിർമ്മാണ ഉദ്ഘാടന സമയത്ത് ഉദ്ഘാടന വേദിയിൽ ഉടുമ്പൻചോല MLA M. മണി അടക്കം ഇരിക്കുന്ന വേദിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അന്ന് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഐറിഷ് ഓടകൾ 2 വശങ്ങളിലും ഐറിഷ് ഓടകൾ ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ കലുങ്ക് നിർമ്മിക്കണം, അതുപോലെ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കേണ്ടിടത്ത് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണം എന്നത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 5 കിലോമീറ്റർ ദൂരത്തിന് 5 കോടി രൂപ മുടക്കി നിർമ്മിക്കുമ്പോൾ ഇത്രയധികം ആധുനിക രീതിയിൽ തന്നെയായിരിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. എന്നാൽ പലയിടങ്ങളിലും വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന പല സ്ഥലങ്ങളിലും ഐറിഷ് ഓടകൾ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഈ വെള്ളം ഒഴുകി പോകുന്ന പ്രദേശങ്ങളിൽ കലുങ്ക് നിർമ്മിക്കേണ്ട ഭാഗങ്ങളിൽ ഓടയ്ക്ക് സമാനമായ രീതിയിൽ റോഡ് താഴ്ത്തി നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെയെല്ലാം ഈ ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയും നിറഞ്ഞ ഇത് കവിഞ്ഞൊഴുകുകയും നമ്മൾ അന്ന് ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അംഗൻവാടികളിലേക്കും സമീപത്തെ വീടുകളിലേക്കും ഒക്കെ വെള്ളം ഒഴുകി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അശാസ്ത്രീയമായി മാത്രം നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാൻ. ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഐറിഷ് ഓടകളുടെ ഭാഗമായിട്ട്. പക്ഷേ കൃത്യമായ സ്ഥലങ്ങളിൽ എല്ലായിടത്തും നടത്തേണ്ടതായിട്ടുള്ള 2 വശങ്ങളിലും ചെയ്യേണ്ട പ്രദേശങ്ങളിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വശത്തെ അപകട സൂചന സംവിധാനങ്ങളൊക്കെ ഈ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നത്. എന്തായിരുന്നാലും അടിയന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി അടക്കം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ഓരോ റോഡിന്റെയും ഉത്തരവാദിത്തം അതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിന്റെ സംരക്ഷണം. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരാതികളും നൽകിയിട്ടുണ്ട്. വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരുവിധ ഇടപെടലും മുകളിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അവർ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ പോലും ഈ വ്യക്തമായി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ ഇത്രയധികം വാർത്തകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ചെയ്തിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് എന്ന് കൃത്യമായി തെളിവാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോ എന്നുള്ളത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, ഇതാർക്കും നിഷേധിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. പൊതുവായി നടന്ന പരിപാടിയിലാണ് കൃത്യമായി ഈ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരു വിധമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ആ കല്ലുകൾ നിരത്തി വലിയ കിടങ്ങുകളായി മാറിയ പ്രദേശത്ത് കല്ലുകൾ നിരത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്.
മറ്റ് ചിലയിടങ്ങളിൽ മണ്ണ് നിറച്ച ചാക്കുകൾ സൈഡിൽ വെച്ച് വെള്ളത്തിന്റെ ഗതി മാറ്റി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ മാത്രമാണ് കരാറുകാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ അശാസ്ത്രീയമായ നിർമ്മാണം, ഈ റോഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ തൂവൽ പത്തുവളവ് റോഡ് എന്ന് പറയുന്നത് രണ്ട് വശങ്ങളിലേക്കും, തൂവലിൽ നിന്ന് മുകളിലോട്ടുള്ള ഭാഗവും എഴുകുംവയലിൽ നിന്നുള്ള രണ്ട് വശങ്ങളിലേക്കും കുത്തിറക്കമായി കിടക്കുന്ന ഒരു വശമാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ പെയ്യുന്ന വെള്ളം അതിശക്തമായി ഈ രണ്ട് വശങ്ങളിലേക്കും ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെയെല്ലാം സംരക്ഷണ ഭിത്തിയും ഒപ്പം തന്നെ കലുങ്കുകളും ഇല്ലാത്തത് കൊണ്ട് ഈ റോഡ് തകരുന്നതിന് വലിയ ഒരു കാരണമായി അത് തീർച്ചയായും ഇടുക്കിയിലെ എഴുകുംവയൽ തൂവൽ പത്തുവളവ് റോഡ് നിർമ്മാണം ശാസ്ത്രീയമല്ല എന്ന് വ്യക്തമാക്കുന്നതിന്റെ അത് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇനി മറുപടി പറയേണ്ടത് അധികൃതരാണ്. അവരുടെ മറുപടി നമുക്ക് തേടണം. സന്ദീപ് രാജാക്കാട്, ഈ വഴി നന്നാക്കിയേ തീരൂ. അതിങ്ങനെ ഇഴച്ച് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ അശാസ്ത്രീയമായി ഇട്ടിരിക്കുന്നത് അനുവദിക്കാൻ കഴിയുന്നതല്ല. റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് സന്ദീപ് രാജാക്കാട് അതിലേക്ക് ആക്റ്റീവായി തന്നെ ഇറങ്ങിക്കൊള്ളൂ. നമുക്ക് അടുത്ത തവണ കണ്ടുമുട്ടുമ്പോൾ ഇതിനൊരു പരിഹാരത്തിലേക്ക് അധികൃതരെ എത്തിക്കുകയും വേണം. താങ്ക് യു സോ മച്ച്. സന്ദീപ് രാജാക്കാടാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമുക്കൊപ്പം തത്സമയം ചേർന്നത്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് പോവുകയല്ല, അതിന് പിന്നാലെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ പോവുക എന്നതാണ് റിപ്പോർട്ടറിന്റെ വാർത്താനയം.